പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മീനുവുമായുള്ള ഓരോ യാത്രകളും വളരെയധികം നല്ലതാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് സൂരജ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണം എന്നും സൂരജ് ആലോചിക്കുന്നു. വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ. ഇതേ തുടർന്ന് മുന്നിലേക്ക് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന സൂരജ് എന്തുകൊണ്ടാണ് ഇത്രയധികം ദേഷ്യം ശിവരഞ്ജിനിക്ക് മീനുവിനോട് ഉള്ളത് എന്ന് കണ്ടെത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല. മനസ്സിൽ വളരെയധികം ദേഷ്യം കൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം മുന്നിലേക്ക് നീക്കാൻ. എന്തെങ്കിലും പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയാൻ സാധിക്കുകയില്ല എങ്ങനെയാണ് കാര്യങ്ങൾ പോവുക എന്ന്. അതിനുള്ള കാര്യം ശ്രദ്ധിച്ച് മുന്നിലേക്ക് പോകുന്ന സൂരജ് ഇതേ തുടർന്ന് തന്റെ അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ആരാണ് ശിവരഞ്ജിനി? എന്താണ് ശിവരഞ്ജിനിക്ക് ഇപ്പോൾ മീനുവുമായുള്ള പ്രശ്നങ്ങൾ മുതലായ കാര്യം കണ്ടെത്തണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ. ഇതിന്റെ ഭാഗമായി അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആ സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത്. പാർവതിയുടെ കള്ളത്തരം മനസ്സിലാക്കാൻ ഇടയായിരിക്കുകയാണ് ഇപ്പോൾ സൂരജ്. ഇതോടെ സൂരജ് ആകെ പകച്ചു പോകുന്നു. എന്നാൽ സൂരജ് സത്യങ്ങൾ അറിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് സൂരജിനെ ചെന്ന് കാണുന്ന മീനുവിന്റെ അമ്മയായ പാർവതി കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാകുന്നു. നീ എന്തായാലും ഈ സത്യങ്ങളൊന്നും തൽക്കാലത്തേക്ക് പുറത്ത് വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യങ്ങൾ അങ്ങനെ പറയുകയാണ് എങ്കിൽ മീനുവാകെ തകർന്നു പോകും. ഒരിക്കലും ഞാൻ മീനുവിനെ ചതിക്കുന്നതിനായി ശ്രമിച്ചിട്ടില്ല എന്നതാണ് സത്യം. മീനു എൻ്റെ മകളാണ്. അവളെ ഞാൻ അത്രയധികം സ്നേഹത്തോടെയാണ് വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ ഞാൻ ചെയ്യുകയില്ല. നീ ആ കാര്യം മനസ്സിലാക്കണം. ഇത് കേട്ടതിനെ തുടർന്ന് പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്? ഇത് കേൾക്കുന്ന പാർവതി സത്യങ്ങൾ ഞാൻ പറയാം. ശിവരഞ്ജിനിക്ക് ആ കുട്ടിയെ വേണ്ടായിരുന്നു. ശിവരഞ്ജിനി പിഴച്ചുപെറ്റ മകളാണ് മീനു. ആ പേരുദോഷം അവരുടെ കുടുംബത്തിന് ബാധ്യതയായി വരും എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അവരുടെ വീട്ടുകാർ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്തതാണ്. അല്ലാതെ ഒരിക്കലും ഞാനായിട്ട് ആ കുട്ടിയെ തട്ടിക്കൊണ്ട് വന്നതല്ല. മീനുവിനെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയതിനെ തുടർന്ന് അവളെ ഞാൻ പൊന്നുപോലെയാണ് നോക്കിയത്. അവളോട് ഒരു പാർഷ്യാലിറ്റിയും ഞാൻ കാണിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഇത് കേട്ടതിനെ തുടർന്ന് ആ പറയുന്നത് സത്യം തന്നെയാണ് എന്ന് സൂരജും തിരിച്ചറിയുന്നു. ഒരിക്കൽ പോലും സ്വന്തം മകളല്ല എന്നുള്ള രീതിയിൽ മീനുവിനോട് സംസാരിച്ചിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സൂരജ് ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് മീനുവിനോട് സത്യങ്ങൾ അറിയിക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ വന്നെത്തുകയും ചെയ്യുന്നു. ഒരിക്കൽ പോലും കാര്യങ്ങൾ ഇനി കയ്യിൽ നിന്ന് പോകരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് സൂരജ് മുന്നിലേക്ക് പോകുമ്പോഴാണ് സൂരജിന്റെ മനസ്സിൽ ഒടുവിൽ മീനുവിനോടുള്ള ഇഷ്ടം വന്നു തുടങ്ങുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന് സൂരജ് കാര്യങ്ങൾ ഇനി എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്ന് ആലോചിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് സൂരജും കരുതിയതല്ല. പക്ഷേ ഇതേ തുടർന്നാണ് ചിന്താമണിയുടെ സുപ്രധാനമായ നീക്കങ്ങൾ ഉണ്ടാകുന്നത്. ഇതോടെ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ട് പോവുകയാണ് സൂരജിന്റെ.
Do like, share, and subscribe.